72 ദിവസമെടുത്തിട്ടും അർജുനായി നിലകൊണ്ട കർണാടക സർക്കാരിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. അതേസമയം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിലുണ്ടായ മരവിപ്പും ഒപ്പം നിഷ്ക്രിയത്വവും നമ്മൾ പലതവണ പലകുറി മാധ്യമങ്ങളിലൂടെ പുറത്തെത്തിച്ചതാണ്. MLA സതീഷ് കൃഷ്ണസേയിലും ഭരണകൂടവും അവസാനം വരെ നമ്മുടെ സഹോദരനായി കൂടെ നിന്നു എന്നതും ഓർമ്മിക്കണം. അപ്പോഴും എടുത്തു പറയേണ്ട ചിലതുണ്ട്. തുടക്കത്തിലെ അലംഭാവവും നിസ്സഹകരണവും പോലീസിൻ്റെ ഇടപെടലും കല്ലിന് കാറ്റുപിടിച്ചതുപോലെയുള്ള പ്രവർത്തനമായിരുന്നു ഞാനിവിടെ ആദ്യം ചെല്ലുമ്പോൾ കണ്ടത്. വേണ്ടത്ര രീതിയിലൊന്നും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കി ഇടപെടൽ നടക്കാൻ റിപ്പോർട്ടർ TV ശ്രമിച്ചു. അതിനു ഫലം കണ്ടു എന്നുറപ്പുണ്ട്. ദീപക്, ഇപ്പോൾ പോലീസ് സംവിധാനം ഇവിടെ എത്തിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് മാറ്റുന്നുണ്ട്. നമ്മളുടെ ക്യാമറകളിലൂടെയാണ് ഈ കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞത്. സുജയ, നോക്കൂ, തെളിഞ്ഞു നിന്ന മാനം വളരെ പെട്ടെന്ന് മാറുന്നതാണ് കാണുന്നത്. കനത്ത കാറ്റാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ ശക്തമായ കാറ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാമറമാൻ കൂടി ഈ ലെഫ്റ്റ് സൈഡിലേക്ക് മാറി നിൽക്കാം. കാരണം റൈറ്റ് സൈഡിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. ഇതാണ് ഈ റോഡ് രണ്ടായിട്ട് തിരിയുന്നു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ സ്ഥലം. ഇത് യഥാർത്ഥത്തിലുള്ള ഗൂഗിൾ മാപ്പിലുള്ള സ്ഥലവും ഇതും തമ്മിൽ ഇപ്പോൾ വലിയ വ്യത്യാസമുണ്ട്. ഇത് മണ്ണെടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുന്ന പ്രദേശമാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഭാഗത്താണ് ഈ വലിയ മലയുണ്ടായിരുന്നു. നോക്കൂ, അതിൻ്റെ വലിപ്പം നമുക്ക് ഇവിടെ നിന്ന് നിശ്ചയിക്കുക സാധ്യമല്ല. ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനം ആ വലിയ ലാൻഡ് സ്ലൈഡിൽ മണ്ണ് കുത്തിയൊലിച്ചു വരുമ്പോൾ സ്വാഭാവികമായും ആ വാഹനം തെറിച്ച് ഇതിലേക്ക് വരികയും. SP-യുടെ ഒരു കോൾ വരുന്നുണ്ട്. ഞാൻ SP-യുമായി സംസാരിക്കുന്നു. ഹലോ. Yeah, hi, Harun here. We are on live, sir. Can I connect it on live? No. Just wait. Okay. You are coming within 2 minutes. Yeah. So you are coordinating with the military, right? Okay. Then let me know whether when will military come, 10 o'clock or after that? Military? The spot, they reach it? Okay. You are coming within 2 minutes. Okay, thank you. ഓക്കെ, ഇപ്പോൾ SP ആണ് നമ്മളിവിടെ സംസാരിച്ചത്. നാരായണ പറയുന്നത് 2 മിനിറ്റിനുള്ളിൽ SP ഇവിടേക്ക് എത്തി മാധ്യമങ്ങളെ ബ്രീഫ് ചെയ്യും എന്നാണ്. മിലിറ്ററിയുടെ സേവനം അഭ്യർത്ഥിച്ചിരുന്നു, അത് ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വൈകിയതല്ല, നമ്മുടെ ലൈവ് അദ്ദേഹം കണ്ടു. അദ്ദേഹം ഇപ്പോൾ നേരിട്ട് വിളിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം നമ്മൾ അവിടെ കാണുന്നത് ആദ്യഘട്ടത്തിലെ അലംഭാവം, ഏകോപനമില്ലാത്തൊരു സാഹചര്യം. അതേസമയം വീട്ടുകാരുടെ ആവശ്യം, തുടർച്ചയായി നമുക്ക് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, നമ്മൾ തന്നെ നേരിട്ട് അധികാരികളെ വിളിക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നു. അതിനുശേഷം MLA സതീഷയിലും സംഘവും നേരിട്ട് രംഗത്തിറങ്ങുന്നതോടു കൂടിയാണ് ഈ ജില്ലാ ഭരണകൂടത്തിൽ നിന്നും കാര്യങ്ങൾ ഏകോപിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുന്നത്. പിന്നീട് അതിവേഗം കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ അപ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന ഇടപെടലുകൾ മാധ്യമങ്ങളെ വെട്ടിലാക്കുന്ന സാഹചര്യവും ഉണ്ടായി. പല സാഹചര്യങ്ങളിലും അവിടെ നിന്ന് നമ്മളെ മാറ്റി. അതിനുശേഷം വീണ്ടും കടുത്ത പ്രതിഷേധത്തിനൊടുവിൽ നമ്മൾക്ക് വീണ്ടും ആ സ്ഥലത്തേക്ക് പോകാൻ അവർ അനുവദിക്കുകയും ചെയ്തു. തുടർച്ചയായ മാധ്യമ ഇടപെടലുകളിലൂടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെ ജാഗ്രത നമ്മൾ ആ പ്രദേശത്തേക്ക് ഉറപ്പിച്ചു തന്നെ നിർത്തി. 71 ദിവസം അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ ഷിരൂരിൽ തമ്പടിച്ചു നിന്ന് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് സാക്ഷിയാവുകയായിരുന്നു. കാറ്റും കോളും നിറഞ്ഞ രക്ഷാപ്രവർത്തനമായിരുന്നു ഷിരൂരിലേത്. പലപ്പോഴും മഴ ശക്തിയോടെ പെയ്തു. കാലാവസ്ഥ അതിവേഗം മാറുന്നൊരു പ്രദേശമാണ് ഷിരൂർ. ഗംഗാവലിപ്പുഴ കുത്തിയൊഴുകി, അടിയൊഴുക്ക് കനത്തു. ദൗത്യത്തെ അത് സാരമായി ബാധിച്ചു. അപ്പോഴും നമ്മൾ അർജുനായി കാത്തിരുന്നു. എന്ന ഭീഷണി ഉയർന്നു. ആ ഘട്ടങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനം നിലച്ചുപോകുമോ എന്ന ആശങ്ക നമുക്കുണ്ടായി. ജില്ലാ ഭരണകൂടവുമായി നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ അപ്പോഴും പ്രസക്തമായൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. എന്തിനായിരുന്നു ആദ്യഘട്ടങ്ങളിൽ മാധ്യമങ്ങളെ മാറ്റി നിർത്തിയത്? ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. മലയാള മാധ്യമങ്ങൾ ഇല്ലാതിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ ദൗത്യം ഇത്രയും നീളുമായിരുന്നു എന്ന സംശയമുണ്ട്. മാധ്യമങ്ങളെ മാറ്റി നിർത്തുന്ന സമീപനമായിരുന്നു കർണാടക സർക്കാർ തുടക്കത്തിലേ സ്വീകരിച്ചിരുന്നത്.